KCIM നരുവാലമുണ്ട യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ചർച്ചയാണ്. ഈ ചർച്ചയിൽ നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സ്ത്രീ ശാക്തീകരണ രംഗത്തുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഞാൻ സിബിൻ, തലഞ്ഞി ഇടവാംഗമാണ്. KCIM-ന്റെ മുൻ രൂപതാ പ്രസിഡന്റായിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ അജോ, IT ബാക്ക്ഗ്രൗണ്ടിൽ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നീട് അശ്വിനാണുള്ളത്, MSW ബാക്ക്ഗ്രൗണ്ട്, ഒരു സോഷ്യൽ വർക്കർ കൂടിയായിട്ടുള്ള അശ്വിനാണ് ചർച്ചയിൽ രണ്ടാമത് നമ്മോടൊപ്പം ചേരുന്നത്. 3 നിയമ വിദ്യാർത്ഥിനി, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ളത് അല്ലേ, മഞ്ചേരി ബാറിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ഷെറോണയാണ് നമ്മളോടൊപ്പം ചേരുന്ന മറ്റൊരാൾ. മറ്റൊന്ന് വിദ്യാർത്ഥിനി കൂടിയായിട്ടുള്ള അലന്റെയാണ്, ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്നു. അലന്റെയാണ് നമ്മോടൊപ്പം ഉള്ള ആളുകൾ. 4 ആളുകളും വ്യത്യസ്ത മേഖലകളിൽ നിന്നാണ് ചേരുന്നത്. ഒരാള് നിയമരംഗത്ത് നിന്ന്, ഒരാള് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിന്ന്, ഒരാള് IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ, ഒരാള് വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിൽ. അപ്പോൾ സമൂഹത്തിന്റെ പല കോണിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വീക്ഷണത്തിൽ നമുക്ക് ഗാന്ധിജിയുടെ ഈ ഒരു വീക്ഷണത്തെ, ഗാന്ധിജിയുടെ വിഷൻ എന്തായിരുന്നു സ്ത്രീ ശാക്തീകരണ രംഗത്ത് എന്നുള്ളത് നമുക്ക് ഇവരുടെ വാക്കുകളിലൂടെ കാണാം. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു നാട്ടിലെ സ്ത്രീകളുടെ ഉന്നമനം, അവരുടെ ഡെവലപ്മെന്റ്സ് എത്രത്തോളം ഉണ്ടോ അത് നിരീക്ഷിച്ചാൽ അറിയാം ആ നാടിന്റെ വികസനം. അതിന് കാരണമുണ്ട്. കാരണം ഏതൊരു നാട്ടിലും നമുക്കറിയാം, ഏതൊരു ബുദ്ധിമുട്ടുകളെയും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് സ്ത്രീകളായിരിക്കും. ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട നാട്ടിൽ, അല്ലെങ്കിൽ ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജലദൗർലഭ്യമുള്ള നാട്ടിൽ, ഇപ്പൊ വടക്കേന്ത്യയിലേക്ക് അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ, കേരളത്തിൽ പോലും നമുക്കറിയാം കിലോമീറ്ററുകളോളം ദൂരം താണ്ടിയിട്ടാണ് കുടിവെള്ളത്തിനും മറ്റുമായിട്ടൊക്കെ പോകുന്നത്. ഈ സ്ത്രീ രാവിലെയുള്ള ആ കുടിവെള്ളം തേടി പോയി തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷം വേണം മറ്റ് ജോലികളിലേക്ക് പോകുന്നത്. ഞാനത് 2 വർഷക്കാലം വടക്കേന്ത്യയിൽ താമസിച്ചത് കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥയല്ല ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. 2 വർഷക്കാലം ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് താമസിക്കുന്നതിന് പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്റെ പഠനകാലത്ത്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, തീർച്ചയായിട്ടും ആ സ്ത്രീ സമൂഹം ഉയർന്നു വന്നു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ട കരുതലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം ആ സമൂഹം വളർന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു തെളിവ്. നമുക്ക് ആ സാഹചര്യം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ, ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേകതയായി പറയുന്നത് അത് തന്നെയാണല്ലോ, നമ്മളെല്ലാത്തിലും നമ്പർ 1. അതിന്റെ ഒരു കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, നമുക്കറിയാം വിദ്യാഭ്യാസം കിട്ടുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആരോഗ്യരംഗത്ത്, നമ്മുടെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ്. മാതൃശിശു മരണനിരക്കൊക്കെ വളരെ കുറവുള്ള ഒരു നാട് കേരളം. അപ്പൊ നമുക്കറിയാം വികസനത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് എത്രത്തോളം ഉന്നമനം ലഭിച്ചിട്ടുണ്ടോ ആ നാട് ഏറ്റവും ഉന്നതിയിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഗാന്ധിജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗാന്ധിജി തന്നെ പറയുന്നു, പുരുഷന്മാർക്ക് ഉള്ളതിനോടൊപ്പം തന്നെ ശക്തി സ്ത്രീകൾക്കും ഉണ്ട് എന്നത്. പക്ഷെ ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള, കായികപരമായിട്ടുള്ള ഒരു ബലത്തിനപ്പുറം മാനസികപരമായിട്ടും മറ്റ് ഉള്ള വളർച്ചയിലും ഒക്കെ നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒപ്പമാണ്, തുല്യമാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞു വെക്കുന്നത്. ഗാന്ധിജി തന്നെ തന്റെ സഹിഷ്ണുതയും ശാന്തിയും അതേപോലെ മറ്റ് കാര്യങ്ങളുമൊക്കെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 13-ാം വയസ്സിൽ വിവാഹിതനായ അദ്ദേഹം തുടക്കത്തിൽ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് മറ്റൊന്നായിരുന്നെങ്കിൽ തന്റെ ഇംഗ്ലണ്ടിലെ പഠനകാലത്തിന് ശേഷവും അതേപോലെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊക്കെ വന്നതിന് ശേഷവും അദ്ദേഹം കസ്തൂർബാ ഗാന്ധിയെ സമരങ്ങളുടെയും സത്യാഗ്രഹങ്ങളുടെയും മുൻനിരയിലേക്ക് കൊണ്ടുവന്നതും ഒക്കെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പുറത്തു നിന്നൊക്കെ പഠിച്ചപ്പോൾ കിട്ടിയ ഒരു സാഹചര്യമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. തന്റെ അമ്മയിൽ നിന്നും കസ്തൂർബയിൽ നിന്നുമാണ് താൻ ഈ സമര രംഗത്തേക്ക്, സത്യാഗ്രഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതെന്ന്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത്, സ്ത്രീകൾക്ക് ഇത്രയും ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയതെന്ന് പല സാഹചര്യങ്ങളും പറഞ്ഞതായി കാണാറുണ്ട്. ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ഒരു വിഷൻ, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണ രംഗത്ത്. പോകെ നമുക്ക് ചർച്ചയിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ചർച്ചയിലേക്ക് പോകാം. അപ്പൊ ഒരു ആദ്യം തന്നെ അല്ലെ, പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള തുടങ്ങാം. നമുക്ക് ഓരോ നിയമ വിദ്യാർത്ഥിനി അല്ലെങ്കിൽ നിയമം പഠിച്ചു ഒക്കെ കൈകാര്യം ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗാന്ധിജി അന്ന് കണ്ട ഒരു സ്ത്രീ ശാക്തീകരണവും ഇപ്പോൾ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ കഴിയുമോ? എന്തൊക്കെയാണ് അവസ്ഥ അന്നത്തെ
ഗാന്ധിജി ഒരുപക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് ഇന്ന് പൊതുവെ നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ ഒന്ന് വിലയിരുത്തുന്നത്? അതായത് നമ്മുടെ ഗാന്ധിജി പറയുകയുണ്ടായി, ഒരു ദേശത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് അത് സ്ത്രീയിലൂടെയാണെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾക്ക് എന്തെല്ലാം രീതിയിൽ വികസനം ഉണ്ടാക്കാം എന്നൊരു ആശയം പങ്കുവെക്കുകയുണ്ടായി. അതിന്റെ കുറെ ഇമ്പാക്റ്റുകൾ നമ്മൾ ഇന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹം തന്നിട്ടുള്ള കുറെ ആശയങ്ങൾ ഇന്നും പ്രാബല്യത്തിൽ വരാതെ ഇരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ ലെവലിൽ സ്ത്രീകൾ നന്നായിട്ട് ഉയരണം. അതിനു വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഈ പുരോഗതി സ്ത്രീയിലൂടെ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാട് ആശയങ്ങൾ എഡ്യൂക്കേഷൻ ലെവലിൽ മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ ഇക്വാലിറ്റി ലെവലിൽ മുന്നോട്ട് വരാനൊക്കെ ഒരുപാട് ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ഒരുപാട് വലിയ പരിമിതികളുണ്ടായിരുന്നു. അപ്പം അന്ന് അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന ഓരോ ജീവിതങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പോലും അദ്ദേഹം സ്ത്രീകളെ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം വളരെ ഒരു നല്ല കാര്യമാണ് എന്നുള്ളത് പറയുകയുണ്ടായി. അപ്പം ഗാന്ധിജിയുടെ അന്നത്തെ വിഷൻ ഇന്ന് കുറേയും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ലെവലിൽ അത് നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൈവരിക്കുന്നത് സ്ത്രീകളാണ്. ഒരുപാട് ലെവലിൽ അവർ എത്തിച്ചേരുകയും. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവേഷനോ അല്ലെങ്കിൽ ഫീസ് കൺസെഷനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഗാന്ധിജിയുടെ ഐഡിയാസ് കുറേയും മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൗറി സിസ്റ്റം പറയുകയാണെങ്കിൽ സ്ത്രീധനം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം പീഡനം ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഇപ്പോഴും ഒരുപാട് ബാക്കിലേക്ക് നിൽക്കുന്നത്. ഒരുപാട് നിയമങ്ങൾ വന്നു, നിയമങ്ങൾ മാറി, പല രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന സ്ത്രീധനം പീഡനം എന്ന കാര്യം എപ്പോഴും നല്ലൊരു രീതിയിലേക്ക് പോയിട്ടില്ല. അപ്പം സ്ത്രീധനത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളായിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് ആത്മഹത്യകള്, കൊലപാതകങ്ങൾ ഒക്കെ സ്ത്രീധനത്തിന്റെ പേരിൽ. അതിൽ ഇടപെട്ട് ചോദിക്കട്ടെ, നമ്മുടെ നിയമത്തിന്റെ അജ്ഞതയാണോ, ആളുകൾക്ക് അറിയാത്തത് കൊണ്ടാണോ ഇത്തരം കാര്യങ്ങൾ? കാരണം 1961 തന്നെ സ്ത്രീധന നിരോധന നിയമം വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ എല്ലാ ജില്ലയിലും ഉണ്ട്. ആ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോകുന്നതിന് പകരം പോലും ഈ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഉത്തരവിടാൻ കഴിയും. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ സ്ത്രീയുടെ വീടിന് പരിസരത്തേക്ക്, അല്ലെങ്കിൽ ഒരു 500 മീറ്റർ ദൂരത്തേക്ക്, 1 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയ പുരുഷന് ചെല്ലാൻ പാടില്ല എന്നുള്ള പോലും അത്തരത്തിലുള്ള ഉത്തരവുകൾ പോലും പുറപ്പെടുവിക്കാനൊക്കെ അതേപോലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മളുടെ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇങ്ങനെ തുടർന്ന് വരുന്നത്. നിയമങ്ങൾ ഇപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അല്ലെങ്കിൽ വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞ ആക്ടുകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ആ നിയമങ്ങൾ നമ്മൾ പാസ്സാക്കുന്നു, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് അധികം പറ്റുന്നില്ല. ഇംപ്ലിമെന്റേഷനിലുള്ള പ്രശ്നമാണ് ഇപ്പോഴും ഈ ശാക്തീകരണം എന്ന ഈ ടേം തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. പക്ഷെ നമ്മളതിനെ തേടി പോകാത്തതും ഒരു ഈ നിയമവ്യവസ്ഥയോട് ഇപ്പൊ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ അതിലേക്ക് എത്തിപ്പെടാത്തതൊക്കെ ആയിരിക്കില്ലേ ഒരു കാരണമാകുന്നത്? നമ്മുടെ നിയമം നമുക്കുണ്ട്, നിയമം ഉള്ളത് ഇംപ്ലിമെന്റേഷനുള്ള പ്രശ്നമാണ് ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് നിയമങ്ങൾ കാലാകാലങ്ങളായിട്ട്, അല്ലെങ്കിൽ റൂൾസുകൾ അടക്കം കാലാകാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഇംപ്ലിമെന്റേഷൻ നടക്കുന്നില്ല. പിന്നെ അറിവില്ലായ്മയായിരിക്കാം, പക്ഷെ അറിവില്ലായ്മയ്ക്ക് ഉപരി ഇംപ്ലിമെന്റേഷൻ എന്നുള്ളതാണ് അവിടെ മെയിൻ പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിയമങ്ങൾ ഇഷ്ടംപോലെ അതിന് വേണ്ടുന്ന അത്ര ആളുകൾ, സ്റ്റാഫ് സ്ട്രെങ്ത് കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുന്നില്ല. ഒരു നല്ല സജഷനാണ് നമുക്ക് മുൻപോട്ട് വയ്ക്കാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ആംഗിളിൽ കാണുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് എന്താ പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അശ്വിൻ എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ തുടങ്ങുന്ന ഒരു പോയിന്റിലാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഗാന്ധിജിന്റെ, കസ്തൂർബ ഗാന്ധിയാണ് ഗാന്ധിജിയുടെ കൂടെ നിന്നത്. ഞാൻ ഗാന്ധിജിന്റെ ഓട്ടോബയോഗ്രാഫി വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളിലും കസ്തൂർബ ഗാന്ധി ഒപ്പം ഉണ്ടായിരുന്നു. അതിലൂടെ സ്വാതന്ത്ര്യ സമരത്തേക്ക് കസ്തൂർബയെയും ഗാന്ധി ഇറക്കുകയാണ് ചെയ്തത്. അതിലൂടെ തന്നെ ബാക്കി സ്ത്രീകളെയും ഗാന്ധിജി മുൻനിരയിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ ഒരു കസ്തൂർബ എന്നൊരു ടേമിൽ നിന്ന് ബാക്കി ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളെയും മുൻനിരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗാന്ധി ശ്രമിച്ചിരുന്നു. 2011 സെൻസസ് പ്രകാരം 65.48% ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ലിറ്ററസി റേറ്റ്.
സ്ത്രീകളുടെ. അത് 2001 വളരെ അധികം കൂടുതലാണ്. പിന്നെ ഗാന്ധിജിയുടെ വേറൊരു വിഷയം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നാണ്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഈ സാധാരണ ഈ സിലബസ് ബേസ്ഡ് അല്ല, അല്ലാത്ത രീതിയിൽ എന്താണ് ഇക്വാലിറ്റി, ഓപ്പർച്യൂണിറ്റി, അവരെ എങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം എന്നതിൽ ഈക്വൽ ആയിട്ട് ഇതാക്കുന്നത്. അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് വിമൻ എന്നായിരുന്നു ഗാന്ധിജിയുടെ മെയിൻ വിഷൻ. അതുപോലെ തന്നെ സ്ത്രീകളെ സബലയിൽ നിന്ന് അബലയായ സ്ത്രീകളെ സബലയിലേക്ക് കൊണ്ടുവരിക. അതായത് താഴ്ന്ന് നമ്മുടെ നമുക്കറിയാം വീട്ടിൽ പത്തിരിപ്പാലിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അത് ഗാന്ധിജിയാണ് ആദ്യം ഒരു തുടക്കം കുറിച്ചത്. കാരണം താഴ്ന്ന തട്ടിൽ കിടക്കുന്ന സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഗാന്ധി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ധാരാളം സ്ത്രീകൾ മുൻനിരയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങൾക്കും പെൺകുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ, അതുപോലെ നമ്മുടെ പ്രിയാമ്പിൽ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൽ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് പലതരത്തിലുള്ള അവർക്ക്, അതുപോലെ തന്നെ ഇക്വാലിറ്റി. എന്തിനാണ് ഇക്വാലിറ്റി? ഓപ്പർച്യൂണിറ്റിയിൽ, ഫെയ്ത്തിൽ, വേർഷിപ്പിൽ പല കാര്യങ്ങൾക്കും ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം ഇപ്പോൾ നമുക്ക് പഞ്ചായത്തോടുള്ള തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, കോർപ്പറേഷനിലുള്ള തെരഞ്ഞെടുപ്പ്, എല്ലാവർക്കും സംവരണം കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ സ്ത്രീകളുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്ന സംവരണം. നമുക്കിത് നമ്മുടെ പഞ്ചായത്തിൽ ആയിക്കോട്ടെ, നമ്മുടെ നിയമസഭയിലായിക്കോട്ടെ, ഇപ്പോൾ ഇഷ്ടംപോലെ മന്ത്രിമാർ വരുന്നുണ്ട്. നമ്മുടെ പല അവാർഡുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്കറിയാം. സ്ത്രീകളെ മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ട് നിലനിന്ന പല ഐക്യങ്ങളും, അതുപോലെ തന്നെ ഈ വിഡോ മാരേജ്, അതുപോലെ തന്നെ ചാരിറ്റി മാരേജ്, ഗാന്ധിജി അതിനൊക്കെ ശക്തമായിട്ട് എതിർക്കണം. ഒരുപക്ഷെ ഗാന്ധിജി നേരത്തെ മാരേജ് ചെയ്തുകൊണ്ട് ഗാന്ധിക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ചൊന്നും തന്നെ ഗാന്ധിജി വിഡോ മാരേജ്, ചാരിറ്റി മാരേജൊക്കെ ഗാന്ധി വളരെയധികം പ്രവർത്തനങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാം കേരളത്തിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. അതിനൊക്കെ ഇപ്പോൾ നേരത്തെ രണ്ടുപേര് പറഞ്ഞ പോലെ അതിനൊക്കെ നിയമങ്ങളുണ്ട്. അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. നിയമം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ആശിൽ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറുപ്പത്തില്, ചെറിയ പ്രായത്തില് അല്ലേ, നമ്മളെ കുട്ടികളിൽ ഒരു ബോധവൽക്കരണം. അപ്പം ആൺകുട്ടിയും പെൺകുട്ടിയും വളർന്നു വരുന്ന സാഹചര്യം ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തമാണ്. അപ്പൊ ആൺകുട്ടി വളർന്നു വരുന്നു, പെൺകുട്ടിയെ വളർത്തുന്നു, കുറേ അരുതുകൾ പറഞ്ഞു കൊടുക്കട്ടെ അല്ലെ, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, ചെരിയരുത്, ആ വസ്ത്രം ഇടരുത്, അല്ലെങ്കിൽ ഈ വസ്ത്രം ഇടരുത്, അങ്ങനെ ഒരു വളർത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒരു സൈഡിലൂടെ ആൺകുട്ടി വളർന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ഏറ്റവും ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തു കൊണ്ടുവരണം. അതാണ് ഗാന്ധിജി എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളിലൂടെ ഉന്നം വെച്ചത്. പഠിപ്പിക്കണം, കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. അതുപോലെ സെക്സ്, ജെൻഡർ ഈ രണ്ട് ടേമും വ്യത്യസ്തമാണ്. സെക്സ് എന്ന് പറയുമ്പോൾ ജൈവികപരമായിട്ട് സ്ത്രീ പുരുഷൻ എന്നുള്ളത്, മറ്റേത് സാമൂഹ്യപരമായിട്ട് ഒരു ലിംഗ പദവി എങ്ങനെയാണ് സ്ത്രീക്കും പുരുഷനും എന്ന സമൂഹത്തിലുള്ളത്. ഗാന്ധിജി അതിനെക്കുറിച്ച് എന്താണ് ഉദ്ദേശിച്ചത്? ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടല്ല ഒരിക്കലും ഗാന്ധിജി മുന്നോട്ട് വെച്ചിരുന്നത്. സ്ത്രീയും പുരുഷനും പരസ്പര പൂരകമായി ഒരുപോലെ, നേരത്തെ അശ്വിൻ ഉപയോഗിച്ച പദമാണ് അതിന് ഏറ്റവും കൂടുതൽ ചേരുക എന്ന് തോന്നുന്നു, ഉയർത്തുക, അപ്ലിഫ്റ്റ്മെന്റ് എന്നുള്ള ഒരു വാക്കായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുത്ത ചർച്ച വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ മോൾക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായി തുലനം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അശ്വിൻ്റെ പറഞ്ഞല്ലോ, ഞാനും ഒരുപാട് വായിച്ചു നോക്കിയപ്പോഴൊക്കെ മനസ്സിലാക്കിയതും ഗാന്ധിജിയുടെ കോൺസെപ്റ്റിലും സ്ത്രീ നമുക്ക് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ അബലയാണെന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്, ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ചിലരുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് പുരുഷനോളം തന്നെ മറ്റുള്ള വേദനകൾ സഹിക്കാനാണെങ്കിലും ഫിസിക്കലി ചിലപ്പോൾ സ്ട്രോങ് അല്ലായിരിക്കാം, പക്ഷെ മെന്റലി ആണെങ്കിലും ആത്മീയമായിട്ട് പറയുകയാണെങ്കിലും സ്ത്രീ ഒരുപാട് ശക്തിയുള്ളവർ തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാനാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് പറ്റാത്തത്. അത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഞാനിപ്പോ നോക്കി കാണുമ്പോൾ ഞാനിപ്പോ പെൺകുട്ടിയാണ്. ഞാനിപ്പോ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും പഠനത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളെക്കാളും ഇപ്പോഴും പെൺകുട്ടികൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു കാലത്തിന് പെൺകുട്ടി നിങ്ങൾ ഈ വീട്ടിൽ അടങ്ങി ഇരിക്കൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഉയർന്ന ചിന്താഗതി വരികയും സിവിൽ സർവീസ് പോലുള്ള ഉയർന്ന പരീക്ഷകൾ പാസ്സായിട്ട് പെൺകുട്ടികൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു പെൺകുട്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ ചെറുതായിട്ടെങ്കിലും ആ സ്ത്രീ അബലയാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കുറച്ചൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എവിടെ ഇക്വാലിറ്റി വേണമെന്ന് നമ്മൾ പറയുന്നു, അവിടെ ഒരു ഫെമിനിസ്റ്റ് എന്ന ഒരു ചിന്താഗതി അത് എവിടെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്. ഒരു സ്ത്രീ എന്തുകൊണ്ട് അവൾക്ക് ഇക്വാലിറ്റി ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ, പക്ഷെ അവൾ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന ആ ചിന്താഗതിയിലേക്ക് സമൂഹം തന്നെ ചിന്തിക്കുകയാണ്. പക്ഷെ അത് സത്യമല്ല. ഇക്വാലിറ്റി ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടന പ്രകാരം അതൊരു അവകാശമാണ്. അതല്ലാതെ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യം പോലും ഇല്ല. അതെല്ലാവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ നോക്കി കാണുമ്പോൾ ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് ഉന്നതമായ അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. ഫീസിന്റെ കാര്യത്തിലാണെങ്കിലും അഡ്മിഷൻ ലഭിക്കുന്നതൊക്കെ
പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് പരിഗണനകൾ ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ ഇപ്പൊ നമ്മുടെ ഗാന്ധിജി പറഞ്ഞു വെച്ച പ്രകാരം സ്ത്രീക്ക് വിദ്യാഭ്യാസം എപ്പോഴും ഒരു കുട്ടി വളർന്നു വരുമ്പോൾ, ഞാൻ അടക്കമുള്ള പെൺകുട്ടികൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കണമെന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്നത് നീ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെൺകുട്ടിയാണ്. പക്ഷെ അതല്ല സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. നീ വലുതാകുമ്പോൾ ഒരു ജോലി വാങ്ങിച്ച് അതിനുശേഷമാണ് നമ്മുടെ ഒരു വിവാഹ ജീവിതം, അതൊക്കെ അതിനുശേഷം മാത്രം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ആദ്യം ഒരു പെൺകുട്ടിയെ അവൾ പ്രാപ്തിയാവട്ടെ, അവൾക്ക് പഠിച്ച് അവളൊരു ജോലി നേടാൻ പ്രാപ്തിയാവട്ടെ, അതാണ് ഞാനും കരുതുന്നത്. ആ ഒരു രീതിയിൽ നമ്മുടെ സമൂഹം ഇപ്പോഴും കുറച്ച് പിന്നിലേക്ക് തന്നെയാണ്. അതായത് കാണാപ്പുറത്തുള്ള ജോലികൾ ഒരുപാടുണ്ട്. അത് സ്ത്രീക്ക് മാത്രം കൽപ്പിച്ചു വെച്ച കുറെ ജോലികളാണ്. ഇപ്പം രാവിലെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ്, ഇപ്പൊ പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അത് വലിയൊരു ബാധ്യതയാണ്, ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. പിള്ളേരുടെ കാര്യം, രാവിലെ ഭർത്താവിന്റെ കാര്യം, ഇത്തരത്തിലുള്ള കാണാപ്പുറത്തുള്ള കുറെ ജോലികളുണ്ട്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റർ കൂടുതൽ ഒരു അമ്മ വീട്ടിൽ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഒരു 10-50 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിട്ടുള്ള പുക ലങ്സിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാണാപ്പുറത്തുള്ള കാഴ്ചകളുണ്ട്. അപ്പൊ അതിനെ ഒക്കെ നമുക്ക് അല്ലെ, ഇപ്പൊ ആ ഒരു പുതിയ കാലഘട്ടം ഒരുപാട് മാറി വരുന്നുണ്ട്. ചർച്ചകളിലൂടെയാണെങ്കിലും പുതിയ തലമുറ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചിന്തിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരുമിച്ച് വളർന്നു വരിക എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ഒരു സമൂഹം മാറി വരേണ്ടതിന്റെ ഒരു പുതിയ കാലത്തിന്റെ ഒരു ആവശ്യം. എന്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് ആറ്റോയ്ക്ക് പറയാനുള്ളത്? പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഒരു 74 വർഷത്തിലേക്ക് കടക്കാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയത്. ഇപ്പോഴും അധികാരമില്ലാത്ത, തൊഴിലില്ലാത്ത, വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് ലഭിക്കാത്ത ഒരു വിഭാഗമായിട്ട് തന്നെ നമ്മുടെ ഭരണഘടന നൽകുന്ന പ്രാഥമികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇതുപോലും റൈറ്റ്സ് പോലും ലഭിക്കാൻ അർഹതയില്ലാത്ത വിഭാഗമായിട്ട് തുടരുന്നത് ഇപ്പോഴും സ്ത്രീ സമൂഹം തന്നെയാണ്. അതിൻ്റെ അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ അവരുടെ സാഹചര്യത്തിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയ നിയമങ്ങൾ, സ്ത്രീകൾക്ക് യാതൊരു പങ്കുമില്ലാത്ത നിയമങ്ങൾ പുരുഷന്മാരുണ്ടാക്കിയതാണ്. അപ്പോൾ ആ നിയമങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എത്രത്തോളം സ്ത്രീക്ക് ഉയർന്നു വരാൻ സാധിക്കും? ഒന്നാമത്തെ ഒരു പോയിന്റ് അതാണ്. എന്നുവെച്ചാൽ ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ സ്ത്രീകളും ഭാഗഭാഗമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സാമൂഹിക ആചാരങ്ങൾ കൂടെ വളർന്നു വരണം. ഇപ്പൊ നമ്മള് ഉയർന്ന സഭകളിലാണെങ്കിൽ പോലും ഒരു തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകളുടെ ഒരു വിവാഹത്തിന്റെ കാര്യം തീരുമാനിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു അങ്ങനെ പല കാര്യങ്ങളും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മുതൽ ഏറ്റവും വലിയ കാര്യങ്ങളിൽ വരെ സ്ത്രീകളുടെ പങ്കാളിത്തം എത്രത്തോളം ഉയർന്നത്. ഇപ്പോൾ ഇത്രയും 1874 വർഷമായി, 74 വർഷത്തിലേക്ക് നമ്മൾ കടക്കണം ഈ 15-ാം തീയതി. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇപ്പോ തൊഴിൽ ദാതാക്കളായിട്ടുള്ള സ്ത്രീകളുടെ ശതമാനം എന്ന് പറയുന്നത് വെറും 6% മാത്രമാണ്. അത് എത്രത്തോളം കുറവിലാണെന്ന് നമുക്ക് ഒരൊറ്റ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇടയ്ക്ക് ഞാനൊന്ന് സംസാരിക്കട്ടെ. തൊഴിൽ ദാതാക്കളുടെ കാര്യത്തിലും കുറവിലാണ്, അതേപോലെ തൊഴിലിടങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം കുറവാണ്. ദേശീയ ശരാശരി 25% സ്ത്രീകളുടെ സാന്നിധ്യമുള്ളപ്പോൾ നമ്മുടെ വലിയ പ്രബുദ്ധ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2005 ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത്, അതിൽ 15% മാത്രമാണ് സ്ത്രീകളുടെ സാന്നിധ്യം, തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സാന്നിധ്യം. അതുപോലെ ഇപ്പോ പുതിയതായിട്ട് ഇപ്പൊ പ്രൈവറ്റ് കമ്പനികൾ കൂടുതൽ ഇപ്പൊ ഇൻക്ലൂഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ലോഞ്ച് ചെയ്ത് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ഒരുപാട് വിമൻ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലൊക്കെ ഇങ്ങനെ ഒരു പോളിസി തന്നെ ഒരു ഇറക്കി, വിപ്രോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സ്റ്റാഫ് കമ്പനി, അങ്ങനെ കുറെ ഒരുപാട് മുന്നിട്ട് നിൽക്കുന്ന ഡെലോയിറ്റ് പോലെയുള്ള വലിയ വലിയ കമ്പനികളെല്ലാം ഇത്ര ശതമാനം സ്ത്രീകളെ ഫില്ല് ചെയ്ത് ഇത്ര ശതമാനം പുറകിലേക്ക് നിൽക്കുന്ന സ്ത്രീകളെ മുൻപിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലിപ്പോ മുന്നിലേക്ക് സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മുന്നിലേക്ക് വരുന്നു. പക്ഷെ നമ്മളിപ്പോ ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, 1ാം റാങ്ക് സ്ത്രീകളാണ്, +2 1ാം റാങ്ക്, +1 1ാം റാങ്ക്, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ ഈ സ്ത്രീകളൊക്കെ എവിടെ പോയിന്ന് ആ ചിത്രത്തിലേ ഇല്ലാതെ മാഞ്ഞു പോവാണ്. എന്നുവെച്ചാൽ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള സ്ത്രീകള് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക്, തിരശീലയ്ക്ക് പുറകിലേക്ക് മാറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും ബുദ്ധിയുള്ള സ്ത്രീകൾ എന്താ ഇവർക്ക് ജോലി മേടിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് മുന്നിലേക്ക് വരാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് നമ്മുടെ സോഷ്യൽ ഒരു സ്റ്റിഗ്മയായിട്ട് തന്നെ തുടരുകയാണ്. തീർച്ചയായിട്ടും. അപ്പോ ഒരു തീരുമാനമെടുക്കുന്ന വേദികളിലുള്ള സ്ത്രീയുടെ ഒരു കുറവ് അല്ലെ. നമുക്കിപ്പം പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് കേരളം, അതുപോലെയുള്ള വളരെ ചുരുക്കം സംസ്ഥാനങ്ങൾ. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് ഇപ്പോഴും
കാണാം. സ്ത്രീകള് പ്രസിഡന്റ് ആണെങ്കിൽ പക്ഷെ ഭർത്താവ് തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു നമ്മുടെ കേരളത്തിലും അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട് നമുക്ക്. എന്നാലും വളരെ കുറവാണെന്ന് പറയാം. വളരെ കുറവായിരിക്കും. ഒരു 4-5 പഞ്ചായത്തിനൊക്കെയാണ് ഒരു സെക്രട്ടറി ഉള്ളത്. ഒരു പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂം മാത്രമാണ്. ഭർത്താവ് സീറ്റിലിരിക്കും, സ്ത്രീ പ്രസിഡന്റ് ആയ സ്ത്രീ തറയിലിരുന്നുകൊണ്ട് അത്തരം കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മുടെ കേരളവും നമ്മുടെ സാഹചര്യവും. ഇപ്പൊ ഓരോ മറ്റ് തീരുമാനമെടുക്കുന്ന വേദികളിൽ ഇപ്പൊ പഞ്ചായത്ത് ഇപ്പൊ കൃത്യമായിട്ട് 50% പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും 50-ന് മുകളിൽ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം 50 മുകളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്ത്രീ സാന്നിധ്യമുണ്ട്. പക്ഷെ ഉയർന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നിയമസഭയിലേക്കായാലും പാർലമെന്റിലേക്കായാലും അത്തരത്തിലുള്ള ഒരു സംഗതികളിലേക്ക് ഇന്നും എത്തിയിട്ടില്ല. ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, ഒരുപാട് ചർച്ചകൾ. ഇന്ത്യക്ക് ഒരു ഉരുക്കു വനിതയായ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രതിഭ പാട്ടീൽ വളരെ എനിക്ക് തോന്നുന്നു നമ്മുടെ കലാം സാറിനോടൊപ്പം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു പ്രതിഭയായിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോ നമ്മുടെ കഴിഞ്ഞ തവണത്തെ അല്ലെ ആരോഗ്യമന്ത്രി ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞു. അവരുടെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ കാണിച്ച ആ ഒരു ധൈര്യവും കാര്യങ്ങളുമെല്ലാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് ഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കഴിവില്ലാത്തവളോ അല്ലെങ്കിൽ മനോധൈര്യം ഇല്ലാത്ത ആളോ അല്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു വേള ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എടുക്കുന്ന ആ ഒരു ചില പെട്ടെന്നുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭരണ രംഗത്തൊക്കെ ഒരുപാട് ശോഭിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ആ പറഞ്ഞ ഒരു പോയിന്റിലാണെങ്കിൽ ഇപ്പൊ ചൂഷണം അനുഭവിക്കുന്ന കാര്യത്തിൽ ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യത്തിന് എടുത്തു പറയാം. നോ വൺ ക്യാൻ എക്സ്പ്ലോയിറ്റ് വിത്തൗട്ട് ഹെർ ഓർ ഹിസ് വില്ലിങ്നെസ് എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു എന്താ പറയാ ഒരു അടിമത്തം മനോഭാവം അല്ലെങ്കിൽ ആ ഒരു വില്ലിങ്നെസ് അതിനോട് എന്താ പറയാ ഇപ്പൊ ഒരു ഭർത്താവ് പീഡിപ്പിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബോസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ അധികാരി ഒരു പീഡിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൾക്കുള്ളിലെ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നുള്ള ആ ഭയം അവളെ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് അയാളുടെ മാനസികമോ ശാരീരികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായ പീഡനങ്ങളോ ചൂഷണമോ സഹിക്കാൻ അവളെ പ്രാപ്തയാക്കി അല്ലെങ്കിൽ പ്രാപ്തയാക്കുന്ന ഒരു കഴിവ് ആർജിക്കുകയല്ല, അതിനെ ഒരു അടിമത്ത മനോഭാവത്തോടുകൂടി സ്വയം സ്വീകരിക്കാനുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് സ്ത്രീകൾ ഇപ്പോഴും മുന്നോട്ട് അങ്ങനെയാണ് കടന്നു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനെപ്പോഴും ഇങ്ങനെ രണ്ടാം പൗരയാണ് അല്ലെങ്കിൽ എന്നെ ഭർത്താവ് രണ്ട് തല്ലേണ്ട ആളാണ് അല്ലെങ്കിൽ ഞാനതൊക്കെ കേൾക്കാനും കൊള്ളാനും സഹിക്കാനും ബാധ്യസ്ഥയാണ് എന്നുള്ളൊരു ചിന്തകളിലേക്ക് പോകുന്നു. ഗാന്ധിജി പറയുന്നുണ്ട്, അതായത് ഒരു സ്ത്രീ അവളുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് അത് അവരത് അംഗീകരിക്കുന്നില്ല. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷെ ആദ്യം അത് അംഗീകരിക്കേണ്ടത് സ്ത്രീയാണ്. അപ്പം അതിന് പറയുന്നത് ഒരു ഇക്വാലിറ്റി എന്നുള്ള ആസ്പെക്ട് നമുക്ക് കൊണ്ടുവരാം. അത് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഒരു ഐക്യമില്ലാതെ, അതായത് ഈ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് പ്രവർത്തിക്കണം. അവർക്ക് ഇന്നത് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഈ സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കഴിയണം. ഒരു കോർപ്പറേഷൻ ഇല്ലാതെ പരസ്പരം ഭിന്നിച്ചിട്ട് അവർക്ക് ഈക്വാലിറ്റി കൊണ്ടുവരണം. നമ്മൾ ഈക്വാലിറ്റി കൊണ്ടുവന്നത് ഒരർത്ഥം ഉണ്ടാകും. അപ്പം അതിലേക്കാണ് നമ്മൾ കുറച്ചും കൂടി നോക്കിക്കാണുന്നത്. അങ്ങനെ ഗാന്ധിയുടെ മെയിൻ ഒരു പൊട്ടൻഷ്യൽ പവർ ഉയർത്തുകയാണ് സ്ത്രീകളുടെ. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ നമുക്കിപ്പോ അഡ്വക്കേറ്റാണ്, നമുക്ക് സുപ്രീം കോടതിയിൽ എത്ര നാളായിട്ട് നമുക്ക് എത്ര ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നമുക്ക് എത്ര പേര് വന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ സന്ദർഭത്തിൽ ഒന്നും പ്രതിഭാവായിട്ട് നല്ലൊരു ആളായിരുന്നു. പക്ഷെ നമുക്ക് രാഷ്ട്രപതിയായിട്ട് 15 പേരിൽ ഒരാളെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉരുക്കു വനിതയായിട്ട് ഇന്ദിരാഗാന്ധി മാത്രമേ നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ത്രീകൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. ഇപ്പൊ നേരത്തെ നമുക്ക് സിബിഐ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ ആരോഗ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലയിൽ നന്നായി പ്രവർത്തിച്ചാണ്. പക്ഷെ അതുപോലെ സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ഉയർന്നു വരുന്നില്ല എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. നമ്മൾ ഓക്കെ അവർ കാലഘട്ടം കഴിഞ്ഞു അവർ പോയി, പക്ഷെ എന്തുകൊണ്ട് ഇനി സ്ത്രീകൾ ഇതേപോലുള്ള സ്ത്രീകൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ഇതേപോലുള്ള ഐൻ ലേഡീസ് എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് വരുന്നില്ല? ഇതേപോലെ പ്രതിഭാ പാട്ടീൽ എന്തുകൊണ്ട് വരുന്നില്ല? അതുപോലെ തന്നെ നോക്കിയാൽ നമുക്ക് വേറെ നമ്മുടെ ഭാരതരത്ന എന്ന അവാർഡ് ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ്. അത് 48 വർഷം നിലവിൽ 2019 വരെ ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ നോക്കിയാൽ 5-6 സ്ത്രീകൾ മാത്രമേ. നമുക്കത് വിദേശ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള പല ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയൊക്കെ സ്ത്രീകളുടെ എണ്ണം കുറവാണ്. നമ്മൾ അതൊക്കെ എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നതെന്ന് ചിന്തിക്കണം. പൊട്ടൻഷ്യൽ പവർ കൂട്ടാൻ ഗാന്ധിജി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അപ്ലിഫ്റ്റ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ അപ്ലിഫ്റ്റ്മെന്റ് അത് കിട്ടാനാണ് ഗാന്ധിജി നോക്കുന്നത്. പൊട്ടൻഷ്യൽ പവർ എങ്ങനെ കൂട്ടാം, എങ്ങനെ സ്ത്രീകളെ മുൻകാര്യത്ത് കൊണ്ടുവരാം. നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പല പ്രോജക്റ്റ് പരിപാടി നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ ആയിക്കോട്ടെ, അതുപോലെ പല പദ്ധതികളും സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇടവകയിൽ മാതൃസംഘടന നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നത്, നമ്മുടെ ഇടവകയുടെ മരുമക്കൾ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പല സ്ത്രീകൾ ഇപ്പോഴും പുറകോട്ട് പോകുന്നുണ്ട്? ആ സ്ത്രീകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത് നമുക്കത്
കുറച്ചും കൂടി ഈ ശാസ്ത്രം കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഈ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്. എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നന്നായി പഠിക്കുന്ന, നല്ല മാർക്ക് വാങ്ങി ജയിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള, സമൂഹത്തിന് നന്മ ചെയ്യാൻ മനസ്സ് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചില കോഴ്സുകൾ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇപ്പോൾ BEd അല്ലെങ്കിൽ TTC അവിടെയൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞ ആൺകുട്ടികളെ കാണുന്നുള്ളൂ. അതേപോലെ നേരെ തിരിച്ചുണ്ട് ചില മേഖലകളിൽ. ഇപ്പോൾ ഒരു മെക്കാനിക്ക് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് രംഗത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. എന്നാൽ വലിയ ഒരു നിലയിലേക്കുള്ള ഒരു പാചകം, ഇപ്പോൾ ഒരു ഷെഫ് അല്ലെങ്കിൽ ഹോട്ടൽ ഫീൽഡ് ഇപ്പോൾ വളരെ അപൂർവം. ഇപ്പോൾ എറണാകുളത്തൊരു ലീല എന്ന് പറയുന്ന ചേച്ചി വന്നു. അങ്ങനെ വളരെ അപൂർവം ആളുകൾ വലിയ ഷെഫുകാരായിട്ടൊക്കെ വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരെ തിരിച്ചുമാണ്, പുരുഷനുമാണ് വരുന്നത്. എന്നാൽ പൊതുവെ പറയുന്നത് പാചകം സ്ത്രീയുടെ ജോലിയാണ് എന്ന് പറയുമ്പോഴും ഉയർന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുമ്പോൾ അതെല്ലാം പുരുഷന്റെ കാര്യമാണ്. അത്തരം കുറെ വൈരുദ്ധ്യങ്ങളും കാണുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒരു പെൺകുട്ടിക്ക് രാത്രി ഇറങ്ങിയിട്ട് ഇപ്പൊ ഷെഫ് ആയിക്കോട്ടെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, എന്റെ വീട്ടിലൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ആൺകുട്ടികൾ എടുക്കുന്നതല്ലേ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോൾ അത് ആൺകുട്ടികളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ BSc നഴ്സിംഗിന്റെ കാര്യം പറയുമ്പോൾ അത് പെൺകുട്ടികളാണ് കൂടുതൽ. അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ പോയിന്റിലേക്കായിരുന്നു ഞാൻ പറയാൻ വന്നത്. ഇപ്പോ പഠിക്കുന്ന നമ്മൾ പുറത്തേക്ക് പോകാനുള്ള സ്കോപ്പ് ഒരുപാടുണ്ട്. ഈ പഠിക്കുന്നതില് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുവെച്ചാൽ അവർക്കിപ്പോൾ മോറൽ പവറിൽ ഗാന്ധിജി പറഞ്ഞ കാര്യം തന്നെ. ഇപ്പൊ ഗാന്ധിജിയുടെ വിഷനിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഗാന്ധിജി മനുഷ്യരെ അല്ല ആണുങ്ങളെക്കാൾ മോറൽ പവറിലെ സുപ്പീരിയോറിറ്റി ഉള്ളത് തന്നെയാണ്. ആ ഒരു മോറൽ സുപ്പീരിയോറിറ്റി തന്നെ അവർക്ക് എഡ്യൂക്കേഷനിൽ മുൻപോട്ട് പോകാൻ അത് മാത്രം മതി. ആ ഒരു അവരുടെ ആ ഒരു പവർ, മോറൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള അവരുടെ പവർ എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മേലിൽ തന്നെയാണെന്നാണ് മൊത്തത്തിലുള്ള പഠനങ്ങളും തെളിയിക്കുന്നത്. ആ ഒരു സാഹചര്യം അവർക്കുണ്ടെങ്കിലും ഫിസിക്കലി അവരുടെ ഒരു സുരക്ഷിതത്വ ഇല്ലായ്മ എന്നുള്ള ഒരു കാരണത്താൽ മാത്രം, സുരക്ഷിതത്വ ഇല്ലായ്മ എന്നുള്ള ഒരു പേരിൽ ഇപ്പോൾ പല ആളുകളെയും പുറത്തൊക്കെ വിട്ട് പഠിപ്പിക്കാനാണെങ്കിലും നല്ല സാഹചര്യം ഉണ്ടായിരിക്കും, മാർക്ക് ഉണ്ടാവും, അവിടെ അഡ്മിഷൻ കിട്ടും, ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? പുറത്തു പോയാൽ ഒരു ആൺമകൻ, ആൺകുട്ടി വളർന്നവൻ എതിരെ പോയാലും അവന്റെ കാര്യം നോക്കിക്കോളും എന്നുള്ള ഒരു സമൂഹത്തിന്റെ ചിന്താഗതി മാറേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു. കാരണം ഇതിനൊക്കെ മുന്നേ എത്രയോ കാലഘട്ടങ്ങൾക്ക് മുന്നേ പുറത്തു പോയ ആളുകൾ നന്നായി തെളിയിച്ച് കാണിച്ചിട്ട്. ഇന്നലെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കണ്ടത്, ഒരു സൈക്കിൾ നന്നാക്കാൻ വീട്ടിലേക്ക് വന്ന ഒരു റിപ്പയർ ചെയ്യാൻ വന്ന ആളെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി നേരിട്ട ഒരു അസാമാന്യ ധൈര്യം കാണും. പക്ഷെ അവളോട് ടയറിൽ കാറ്റടിക്കാൻ പറഞ്ഞുകൊണ്ട് പമ്പിൽ കാറ്റടിക്കുന്നതിനിടയ്ക്ക് ഇയാൾ മൊബൈൽ ഫോണിന്റെ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് സൈഡിൽ വെച്ചിരുന്നു ആ കുട്ടിയുടെ ചിത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയ പക്ഷേ അദ്ദേഹത്തെ കൃത്യമായി നേരിട്ടു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തലമുറ മക്കളെ, കുഞ്ഞുങ്ങളെ വരുമ്പോൾ അപ്പം ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഇത്തരം പരസ്പരം ബഹുമാനിക്കാനും അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടി പഠിപ്പിച്ചു വരണം, ചെറുതലേ വരണം എന്നുള്ളതാണ് അജവർന്ന് വരുന്നത് അല്ലെ? അങ്ങനെ ഉണ്ട്. പക്ഷെ ഗാന്ധിജിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഗാന്ധിജിയുടെ സമരമുറകൾ എപ്പോഴും സത്യാഗ്രഹ, നോൺ വയലൻസിനെ ആശ്രയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഗാന്ധിജി പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് നോൺ വയലൻസിൽ സ്ത്രീകൾ ഈ സത്യാഗ്രഹ മാർഗം ഉപയോഗിക്കും. അവര് കൂടുതൽ നോൺ വയലൻസിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ, സ്ത്രീകളായിരുന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ കൂടുതൽ ഇടപെട്ടിരുന്നതെങ്കിൽ സ്വാതന്ത്ര്യം മുന്നേ കിട്ടിയേനെ. ഇന്ത്യ അതിലും ഇപ്പോൾ ഉള്ള സാഹചര്യത്തിലും, അതായത് കൂടുതൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ത്യ ഉള്ളതിനേക്കാളും അന്നത്തെ സാഹചര്യത്തിലാണ് ഗാന്ധി പറയുന്നത് 48 അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള സാഹചര്യത്തിലെ കാര്യമാണ്. ഏറ്റവും വലിയൊരു വെപ്പണായി അദ്ദേഹം കണ്ടത് ഒരു അക്രമ പരിപാടികളെക്കാൾ ഉപരി നോൺ വയലന്റ് മോഡിൽ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്നേ ഗാന്ധി പങ്കുവച്ചത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബൈബിള് പറയുന്ന പോലെ ചെന്നായ്ക്കളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ, വളർന്നു വരുന്ന മക്കൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. ആൺകുട്ടികൾ 2 പേര് 3 പേര് ചേർന്ന് നേരിടുമെങ്കിൽ ഇവരും അതുപോലെ തന്നെ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അവർ ഒരു സോഷ്യലായിട്ടുള്ള ഇതിൻ്റെ കൂടെ ആഡ് ഓൺ കൂടെ ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ഈ കോഴ്സ് എടുത്താൽ മതി. ഇപ്പം ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് പഠിച്ചാണ്.
ഞാൻ ഹിസ്റ്ററിയിൽ എം എ കഴിഞ്ഞ ആളാണ്. അപ്പോൾ ആ അന്നത്തെ സാഹചര്യത്തിൽ എന്നോട് പറഞ്ഞ കാര്യം ഈ സയൻസ് എടുത്താൽ മതി. ആൺകുട്ടിയായ എന്നോട് പോലും അന്ന് പറഞ്ഞത് സയൻസ് എടുത്താൽ മതി, ഇതൊക്കെ ഹ്യൂമാനിറ്റീസുമാർ അങ്ങനെ പറയുമ്പോൾ ഇപ്പം പെൺകുട്ടികളോട് ഈ കോഴ്സ് ആൺകുട്ടികൾ എടുത്ത് അങ്ങനെ ഒരു സെക്സ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. ഇപ്പോൾ വസ്ത്രധാരണത്തിൽ മറ്റുള്ളവരെ അനുകരിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ഡ്രസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളൊക്കെ മാറുന്നുണ്ടെങ്കിലും ഇപ്പൊ പഠിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പുറത്തു പോകുന്ന കാര്യമോ അല്ലെങ്കിൽ അതൊക്കെ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ നേരത്തെ അശ്വിൻ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ആയിട്ടുള്ള നമ്മുടെ അപ്ലിഫ്റ്റ്മെന്റിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന വിദ്യാഭ്യാസം. ഇത് പുറത്തുപോയി നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പുറത്തുകൂടെ ഇത് കൊടുക്കണം. ഈ ടോപ്പിക്കിലേക്ക് തന്നെ നമ്മുടെ സ്ത്രീകളെ ചെറുപ്പത്തെ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആക്കണം. സൊസൈറ്റി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ പൈസ നമ്മുടെ പാരന്റ്സിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലത്. കാരണം +2 വരെ ഒക്കെ അതിനുള്ളിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് ജീവിക്കുമ്പോൾ ഇപ്പോൾ അതല്ല ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുകയാണ്. +2 ഏത് കോഴ്സിന് പോകണമെങ്കിലും വീട്ടിൽ പപ്പനോട് തന്നെ പൈസ വെക്കണം. പക്ഷെ നമ്മൾ അതിന്റെ കൂടുതൽ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടി സ്ത്രീകളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ എക്കണോമിക്കലി അവർ സ്വന്തം, കാരണം ആദ്യം എൻ്റെ ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു അത്, ഈ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആക്കുക ഒരു സ്ത്രീയെ എക്കണോമിക്കലി. കാരണം വീക്കർ സെക്ഷനിലാണെങ്കിലും അപ്പർ സെക്ഷനിലാണെങ്കിലും ആ ഒരു സ്ത്രീയെ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആക്കുന്നതായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള സ്ത്രീകളെ നമ്മൾ അവരെങ്ങനെ സ്വന്തമായി അവരെ സാമ്പത്തികമായി എങ്ങനെ ഭദ്രതയിൽ എത്തിക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്ത. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ സെക്സും ഈ സെക്സിനെ കുറിച്ച് നമ്മൾ വ്യക്തമായ ക്ലാസ് നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞു. സെക്സും ഇപ്പോൾ ഉണ്ടാകുന്ന പീഡനവും അതുപോലെ തന്നെ അതിനെതിരെ നമ്മൾ ഈ ചെറുപ്പത്തെ തന്നെ നമ്മൾ നല്ലൊരു ക്ലാസ്സുകൾ കുട്ടികളുണ്ട്. കാരണം സെക്സ് എന്നാൽ ബയോളജിക്കലും ജെൻഡർ എന്നാൽ സോഷ്യലും ആണെന്ന് നമ്മൾ ഇനിയുള്ള തലമുറയെ പഠിക്കണം. ഇത്ര നാൾ നമ്മൾ ഇപ്പൊ ശരിയാകും അല്ലെങ്കിൽ നാളെ ശരിയാകും, ഇനിയുള്ള തലമുറ നമ്മുടെ തലമുറ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇനി അങ്ങനെയല്ല, ഇനിയുള്ള കാലത്ത് അത് ഏറ്റവും കൂടുതൽ ഇതാക്കണ്ട. സെക്സ് എന്നാൽ ബയോളജിക്കലും ജെൻഡർ എന്നാൽ സോഷ്യൽ എന്നാൽ നമ്മൾ ഏറ്റവും നമ്മളെ വളരെ നമ്മുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന മക്കളെ നമ്മൾ ഏറ്റവും ആദ്യം തുടക്കത്തിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അത് പഠിപ്പിക്കുമ്പോൾ തന്നെ അവർക്കറിയാം. കാരണം സ്ത്രീകൾ ഈക്വാലിറ്റി ഇതിനുള്ള ഈക്വാലിറ്റി സ്ത്രീകൾക്കും പുരുഷനുണ്ട്. അത് ചെറുപ്പത്തിൽ നമ്മുടെ നമ്മൾ സയൻസും എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഒരു സബ്ജക്റ്റും കൂടി നമ്മുടെ ഒരു പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി സൊസൈറ്റിയിൽ മാറ്റം വരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ വേറെ നമ്മുടെ സർക്കാർ നല്ലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇനിയിപ്പോൾ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയാണ്. വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലിക്കാർ സത്യവാങ്മൂലം സ്ത്രീധനം മേടിക്കുന്നില്ല എന്നുള്ളത് അത് ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ കുറച്ചും കൂടി മാറ്റം വരുന്നതാണ് എൻ്റെ ചിന്ത. നേരത്തെ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഉന്നമനം അല്ലെങ്കിൽ ശാക്തീകരണം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം അല്ലെ ഏതൊരു സെക്ഷൻ ആയാലും ഏതൊരാളായാലും വേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നു വേണ്ടത് ഒരു സാമ്പത്തിക ഉന്നമനം തന്നെയാണ്. അത് ഇന്ന് നമ്മുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥതാവകാശം, ഇപ്പം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുമ്പോൾ കൊടുക്കുന്ന സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ സ്വർണമാണെങ്കിലും, പക്ഷെ അതിനെ കൈകാര്യം ചെയ്യുന്നത് എപ്പോഴും ഭർത്താവോ ഭർത്തൃ വീട്ടുകാരൊക്കെ ആയിരിക്കും. നമ്മളുടെ ഇടയിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും അത്തരം അങ്ങനെയാണ് കൂടുതൽ കാണുന്നത്. അപ്പം സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉന്നമനം എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? സാമ്പത്തിക ഉന്നമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഇപ്പൊ ഡൗറി സിസ്റ്റമാണ് ഗാന്ധിജിയുടെ വ്യൂവില് ഏറ്റവും ഭയാനകമായി ഇപ്പോഴും നടക്കാതിരിക്കുന്ന ഒരു സംഭവം. അപ്പം കല്യാണം കഴിച്ചു വിടുന്നത് ഒരു ഭർത്താവിന് അടിമയാവാൻ ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഒതുങ്ങി കൂടാൻ എന്നുള്ള ചിന്താഗതി നമ്മൾ അതിനെ മാറ്റണം. അത് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിപ്പിച്ചു വിടണം. അതായത് നമുക്കിപ്പോൾ ഒരുപാട് മേഖലകളിൽ ഇപ്പൊ നമുക്കത് ഒതുങ്ങി കൂടിയില്ലെങ്കിൽ എല്ലാ പീഡനങ്ങളും സഹിച്ച് അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ഡിവോഴ്സെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് മെയിൻ്റനൻസ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റനൻസിന് ക്ലെയിം ചെയ്യാം. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇന്ന് നിയമപരമായും അല്ലാതെ കൗൺസിലിംഗ് പോലുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട്. എന്നിട്ടും അവിടെ പിടിച്ചു നിൽക്കേണ്ട കാര്യം ഒരു വിവാഹം ചെയ്ത കുട്ടിയെ സംബന്ധിച്ചില്ല. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ പറയണം അവർ ഇങ്ങനൊക്കെ എന്ത് വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ട്. അത് ഇനി തന്നെ സ്ത്രീകൾക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിങ്ങൾ സ്വീകരിച്ചോളാം. ബാക്കി വരുന്നിടത്ത് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യാം. അതിന് നീ പേടിക്കണ്ട എന്നുള്ളൊരു ഉറപ്പ് ആ കുട്ടിക്ക് കൊടുത്തിട്ട് വേണം ആ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ചെറുപ്പത്തിലെ ആ ഒരു വളർത്തി വരുന്ന ഒരു രീതി, നേരത്തെ സൂചിപ്പിച്ച പോലെ ആൺകുട്ടിയാണെങ്കിൽ വളർന്നു വരുന്നു, പെൺകുട്ടി വളർത്തിയെടുക്കുന്നു ഒരു ഇന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമുക്കറിയാം ചില വളർത്തി ഇപ്പൊ ഒരു പശുക്കിടാവ് പോലെയാണ് ഒരു പെൺകുട്ടിയെ പണ്ടുള്ള സാഹചര്യത്തിൽ ആളുകൾ വളർത്തി വിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം പോലെയാണ്. ഒരു ബാധ്യതയായിട്ടാണ് ഇപ്പൊ
ഒരു പെൺകുട്ടിയാണോ, അയ്യോ വീണ്ടും പെൺകുട്ടിയാണോ അങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഏറ്റവും ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ പഠിച്ച് 3-4 പെൺമക്കളുള്ള വീടുകളിൽ പഠിച്ച് നല്ല ജോലിയുള്ള മക്കൾ അപ്പനെ അമ്മേനെ ഭർത്താവിന്റെ വീടുകളിൽ പോലും നല്ല സ്വാതന്ത്ര്യം ഇതോടുകൂടി അവർ സ്ട്രോങ് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്. പണ്ട് ഞാൻ ഇപ്പോഴും അറിയുന്ന പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകളുടെ ജോയിന്റ് അക്കൗണ്ടിൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും കൂടെ ജോയിന്റ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കോ ആണ് സർക്കാർ ജോലി ചെയ്യുന്ന സ്ത്രീകൾ. അവർക്കെല്ലാം വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളോ അല്ല. അവരുടെ പോലും അവസ്ഥ എങ്ങനെയാ, അവര് മാനസികമായിട്ട് ഒരടിമത്തത്തിലാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അവര് എക്കണോമിക് ഇൻഡിപെൻഡൻസ് അവർക്ക് ആഗ്രഹിച്ചാലല്ലാതെ പോലും അവരുടെ കയ്യിലുണ്ട്. എങ്കിലും അവരുടെ അടിമത്തം, മാനസികമായ അടിമത്തമാണ് അവർക്ക്. ആ ഒരു പൈസ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്, ഒരു ഫ്രണ്ടിന് ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെങ്കിൽ പോലും അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇപ്പോഴും ഗാന്ധിജി അന്ന് പറഞ്ഞു വെച്ചതിൽ നിന്ന് വളർന്നിട്ടില്ല. ഇപ്പൊ ഇത്രയും നമ്മള് 100% ലിറ്ററസിയിൽ പല പ്രാവശ്യം എല്ലാ വർഷങ്ങളിലും എടുക്കുന്ന കണക്കുകളിൽ പല പ്രാവശ്യം 100% ഉള്ള ആളുകളാണ് കേരളത്തിൽ. നമ്മുടെ കേരളത്തിലെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും വയസ്സായ ആളുകൾ, ഇപ്പം ന്യൂലി മാരീഡായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ സ്വന്തമായിട്ട് ജോലിയുള്ള പത്രത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്ത ആളുകളല്ല. അവർക്ക് വിചാരിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മാനസികമായിട്ടുള്ള അടിമത്തം എന്ന് പറയുന്നത് അതിനെ നമ്മൾ ചെറുപ്പത്തിലെ ആ വീടുകളിൽ നിന്ന് ഉണ്ടായ ആ ഒരു ഓറിയന്റേഷനിലൂടെ തന്നെ നമുക്കിത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. പുതിയ തലമുറയിൽപ്പെട്ട നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട നമ്മളൊരു മുൻകൈ എടുക്കുക. വരുന്ന തലമുറയെങ്കിലും നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അല്ലെ. സ്ത്രീകളുടെ മെന്റൽ പവർ കൂട്ടാനായിട്ട് ഒരു മെന്റൽ പവർ കൂട്ടാനുള്ള പല പ്രോഗ്രാംസ് നമ്മൾ നോക്കണം. കാരണം നമ്മൾ 7 മാസം കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നിട്ട് 18 വയസ്സായിട്ടുള്ള കുട്ടികൾ കൗൺസിലിങ്ങിന് വരുന്നു. അപ്പോൾ ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി വന്നപ്പോൾ പറഞ്ഞാൽ സാറെ ഓനെ വിട്ടേച്ച് പോയി എനിക്ക് താങ്ങാൻ കഴിയുന്നതാണ്. അത് എന്തുകൊണ്ട് താങ്ങാൻ കഴിയുന്നതാണ്. കാരണം 12 വയസ്സായിട്ടുള്ള ആ കൊച്ചിന് ഇപ്പൊ തന്നെ ആ കൊച്ചു അങ്ങനെയാണ് സംസാരിക്കുന്നത്. എനിക്ക് താങ്ങാൻ കഴിയില്ല. നമുക്കറിയാം ഒരു 2000 അല്ലെങ്കിൽ 1980 മുമ്പ് നമ്മുടെ അമ്മമാരൊക്കെ എത്രമാത്രം സഹിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മെന്റൽ പവർ, അവരുടെ പൊട്ടൻഷ്യൽ നമുക്കറിയാം എത്രമാത്രം അവർ സഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ നമുക്ക് 2000-ന് ശേഷം അല്ലെങ്കിൽ 2005-ന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്കുള്ള ആ മെന്റൽ പവർ, അവർ ഫിസിക്കലി ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ മെന്റലി അവർ റിസൾട്ടൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ 2014 പ്ലസ് 2 പാസ്സായില്ല. എനിക്ക് ജയിക്കുമെന്നല്ല, എനിക്ക് അന്ന് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പേടിയൊന്നുമില്ലായിരുന്നു. കാരണം ഇപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം പിള്ളേർ പ്രത്യേകിച്ച് ഒരു കുട്ടിയാണ്, നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു പേടിയില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരു പേടി എന്തിനോടും കടന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയേണ്ട സ്ഥലത്ത് വേണ്ട എന്ന് വേണം, വേണം എന്ന് യെസ് പറയേണ്ട സ്ഥാനത്ത് നോ പറയേണ്ട സ്ഥാനത്ത് നോ എന്ന് പറയാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു മെന്റൽ പവർ കുടുംബത്തിൽ നിന്ന് വളർത്തിയെടുക്കുക. കാരണം ചിലപ്പോൾ പല കുട്ടികൾക്ക് പറയാം എന്റെ കുട്ടിക്ക് 9+, ഓന്റെ കുട്ടിക്ക് 10+ ഉണ്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ പാരന്റ്സിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ കുട്ടികൾക്ക് കഥയിൽ വളർന്നിട്ടില്ല, തോട്ടിലാണ് വളർന്നിട്ടുള്ളത്. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് മാതാപിതാക്കളാണ്. സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് ടീച്ചേഴ്സ് ഉണ്ട്, ഈ ഗൈഡ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, പല ആൾക്കാരുണ്ട്. പക്ഷെ വീട്ടിൽ അവർ എത്തിക്കഴിയുമ്പോൾ അവരുടെ ലോകം വേറെയാണ്. ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ വേറെ ലോകമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കുറച്ച് മാത്രമേ നമ്മൾ വീട്ടുകാരോട് ചെലവഴിക്കുള്ളൂ. പക്ഷെ ഇന്ന് പല സംഭവത്തിൽ ഇന്ന് നടക്കുന്ന കാര്യമാണ്, ഈ മോഡേൺ ഫാമിലി നടക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ മാറ്റി കാരണം തങ്ങളെ കൊണ്ട് പറ്റാതെ തങ്ങളുടെ കുട്ടിക്ക് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം, അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം നമ്മളൊക്കെ വീണ്ടും ഞാൻ പറഞ്ഞു വളർന്നിരുന്ന തലമുറയാണ് നമ്മളൊക്കെ. നമുക്കിനി മക്കളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ അവരെ ഇഷ്ടത്തിന് വളർത്താൻ ശ്രമിക്കുക. ആദ്യം കഴിഞ്ഞാലില്ലാത്ത പട്ടത്തെ പോലെയല്ല, അവര് എല്ലാ അതിൽ നിർത്തി അവരെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുക. അവരെ ആഗ്രഹങ്ങൾക്ക് കൂടി നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് തന്നെ യെസ് പറയേണ്ടത് നോ പറയേണ്ടത് നോയും പറഞ്ഞ് അവരെ മെന്റൽ പവർ കൂട്ടി. അത് കൗൺസിലർ എനിക്ക് പറയുന്നത് ഒരു മെന്റൽ പവർ കൊടുക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. കാരണം തൊട്ടേയും പിടിച്ചേക്കും സൂയിസൈഡ്, ഞരമ്പ് കുടിക്കുന്നു, പ്രണയം വിശ്വസിച്ച തൂക്കിട്ടാണോ, ടൂവയിൽ ഗെയിം കളിച്ചതാണോ, അതുപോലെ തന്നെ പഴയ പബ്ജി കളിക്കാൻ വേണ്ടി അപ്പൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ മുട്ടിക്കുന്നു. അതൊക്കെ ഇപ്പൊ കണ്ടുവരുന്ന പ്രവണതയാണ്. അതൊക്കെ മാറ്റണമെങ്കിൽ തുടക്കത്തിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം അല്ലെങ്കിൽ ക്ലാസ് കൊടുക്കണം. മെന്റൽ പവർ കുട്ടിക്ക് കൂട്ടാനാണ്. അതായത് മാതാപിതാക്കൾ അതിനെക്കുറിച്ചൊരു ബോധവാന്മാരാണെങ്കിൽ മക്കൾ അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ പഴയ തലമുറയെ വെച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വ്യത്യാസങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത് അല്ലേ. അവരുടെ ഓരോ മനോധൈര്യവും നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു മനോധൈര്യത്തിലുള്ള വ്യത്യാസം. ഇപ്പൊ വുമൻ അപ്ലിഫ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും
ആൺകുട്ടികളുടെ ഒരു സമീപനവും ആൺകുട്ടികളുടെ എല്ലാം വളർന്നു വരുന്ന മുതിർന്ന പൗരന്മാരാണ് ആണുങ്ങളുടെ ഒരു സമീപനവും നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ വുമൺ അപ്ലിഫ്റ്റ്മെന്റിൽ അവര് വഹിക്കേണ്ട പങ്കിനൊപ്പം തന്നെയാണ് എതിർഭാഗത്തുള്ള ജെൻഡറായിട്ടുള്ള ആണുങ്ങളും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഋഗ്വേദിക് കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ നല്ല ശക്തരായ ആളുകളാണ്. അതിനുശേഷം വന്ന സമയങ്ങളിലാണ് പിന്നെ സ്ത്രീകളുടെ പകുതി കുറഞ്ഞു പോയി, അങ്ങനെ പല സാഹചര്യം. എങ്കിൽ പോലും നമ്മുടെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ചായ്വ് നമുക്ക് കിട്ടിയിരുന്നു. സൗത്ത് ഇന്ത്യയിലും നമുക്ക് ഒരുപാട് ശക്തരായ സ്ത്രീകളുണ്ടായിട്ടുള്ള, ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സൗത്ത് ഇന്ത്യ സ്പെസിഫിക്കായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വക്കീലായ സ്ത്രീകളുണ്ട്, സ്വാതന്ത്ര്യത്തിലേക്ക് ശേഷം വക്കീലായവരുണ്ട്, നിയമസഭയിൽ വന്നവരുണ്ട്, ഗൗരിയമ്മയെ പോലെയുള്ള ശക്തരായ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്ന നാടാണ്. പക്ഷെ നമുക്ക് എപ്പോഴൊക്കെയോ ആ ഒരു ബലം, അവരെ ഒന്ന് മാതൃകയാക്കാനുള്ള ഒരു ബലം സ്വീകരിക്കാൻ നമ്മുടെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ സ്ത്രീകളെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് പങ്കുവെച്ച് മാതാപിതാക്കളിൽ അമ്മമാരുടെ ധൈര്യക്കുറവും അപ്പന്മാരുടെ ഇവരെ ഒരു പിന്തുണ ഇല്ലാത്തതുമായ സാഹചര്യമാണ്. ഇപ്പൊ അവരൊക്കെ വളർന്നു വന്നെങ്കിൽ അവരുടെ അവരെ വകവയ്ക്കാതെ ഉയർന്നു വന്ന ആളുകളോ അല്ലെങ്കിൽ ഈ ആൺ സമൂഹത്തിന്റെ ചട്ടക്കൂടുകളെ വകവയ്ക്കാതെ വളർന്നു വന്ന സ്ത്രീകളോ അല്ലെങ്കിൽ അവരുടെ അതിപൂർണമായ പിന്തുണയോടെ വളർന്നു വന്ന സ്ത്രീകളേ ഉള്ളൂ. ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ആണുങ്ങള് ഇപ്പൊ പെണ്ണുങ്ങൾ ഇതിനു വേണ്ടി അല്ലെങ്കിൽ സ്ത്രീ സമൂഹം ഇതിനു വേണ്ടി പടവരുതുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അപഹാസ്യമായ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടുപേരും സ്ത്രീയും പുരുഷനുമായിട്ട് ഒരേപോലെ ജനിച്ച് ജീവിക്കുന്ന സ്ത്രീ പുരുഷനിൽ നിന്നും യാതൊരു ഒട്ടും കുറവോ ഒട്ടും കൂടുതലോ ഉള്ള ഒരാളല്ല. അതേ സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യം നിലനിൽക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈക്വാലിറ്റിക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ പുരുഷന്മാരുടെ ദാനമായിട്ട് സ്ത്രീകൾക്കുള്ള ഈക്വാലിറ്റി നൽകുന്നതിനെ പറ്റിയും വളരെ ഒരു വളരെ വൈരുദ്ധ്യാത്മകമായിട്ട് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായി സംഭവം? ആയിക്കോട്ടെ. എന്താ ചേട്ടാ കുറച്ച് നേരത്തെ വരാമോ? എന്താ വെച്ച് കഴിഞ്ഞാലേ കാറിന് പോയിട്ടെങ്ങാനും അവൻ്റെ മിക്സർ കൊണ്ടുപോകണം. അങ്ങനെ പറഞ്ഞു കടയിൽ നിന്ന് മുടപ്പേ തന്നെ നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ചിന്തിച്ചിട്ട് അവസാനം ആൺകുട്ടികളൊന്നല്ല ആണുങ്ങൾ മാത്രം മാറി ചിന്തിക്കുന്ന പോലെ അവരെയും കൂടി നമ്മുടെ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും വർക്കേഴ്സിലാണെങ്കിലും സ്ത്രീകളുടെ കൂടി ഡിസിഷൻ എടുക്കാൻ ഇതാക്കുക, ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ അവർക്ക് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 50% സംവരണമുണ്ട്, മറ്റേതുണ്ട്, അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കുക. ഓപ്പർച്യൂണിറ്റീസിനുള്ള അവസരം കൊടുക്കുക. അതുപോലെ തന്നെ മെന്റൽ പവർ കൂട്ടാനായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുക. നേരത്തെ പറഞ്ഞത് സെക്സ്, ജെൻഡർ, അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ആൺകുട്ടികൾ കൊടുക്കുക. ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ സഹോദരിയാണ്, ഇതൊരു സ്ത്രീയാണെന്നുള്ള കാഴ്ചപ്പാട് ആ ഒരു പുരുഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്റെ അതുപോലെ തന്നെ സ്ത്രീകളുടെ കഴിവുകൾ മനസ്സിലാക്കുക. ആ കഴിവുകൾ മനസ്സിലാക്കിയാൽ സ്വയം പുറത്തേക്ക് ചാടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള അങ്ങനെ കഴിവുകൾ മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഞാൻ ആരാണെന്നുള്ള ബോധം അവർക്ക് വേണം. അതായത് എന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് സ്ത്രീക്ക് സ്ത്രീ തന്നെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പുരുഷന് സ്ത്രീ ആരായിരിക്കണം എന്ന ഒരു ബോധവും വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മനോഭാവങ്ങൾ, ഗാന്ധിജി അന്നും പറഞ്ഞത് മനോഭാവങ്ങൾ മാറാത്തത് ഒരു പ്രശ്നമാണ്. അപ്പൊ മനോഭാവങ്ങളെ മാറ്റിയെടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. ആ മനോഭാവങ്ങളെ ആദ്യം മാറ്റിയെടുക്കാൻ ഈക്വലായിട്ട് സ്ത്രീയും പുരുഷനും മുന്നോട്ട് ഇറങ്ങാം. എന്റെ ഒരു കോൺസെപ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് പറഞ്ഞു കൊടുക്കുക, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ നിനക്കിതെല്ലാം ചെയ്യാം. ആ ഒരു വീട്ടിൽ നിന്ന് തന്നെ അതിന് പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ പെൺകുട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്, നിന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കും എന്നുള്ള ആ ഒരു പഠനം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. അതാണ് പെൺകുട്ടിക്ക് അവളുടെ സ്വപ്നങ്ങൾക്ക് അവൾക്ക് ചിറക് മുളയ്ക്കേണ്ടതാണ്, അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കേണ്ടതാണ്. അവൾക്ക് വാനിൽ പറക്കേണ്ടത് അവളുടെ സ്വന്തം ആവശ്യം തന്നെയാണ്. ആരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല. സ്വന്തം പൊട്ടൻഷ്യൽ മനസ്സിലാക്കി സ്വന്തമായിട്ട് അധ്വാനിക്കുക, കുടുംബവും കൂടെ നിൽക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെ സമൂഹത്തിൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. സ്ത്രീക്ക് സാധിക്കുന്നതെല്ലാം സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കട്ടെ.
സ്വന്തം കഴിവുകൾ മനസ്സിലാക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. തനിക്കൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് തന്റെ ചിറകുകൾ അടച്ചു വെക്കാതിരിക്കുക. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ദൈവം നമ്മളെ ആദ്യം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അതിൽ ഒരാൾ നോ പെന്നി ലെസ് നോ പെന്നി മോർ എന്നാണ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്, ഇണയായിട്ടും തുണയായിട്ടും തന്നെയാണ്. അപ്പോൾ ആ ഒരു പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുപോലെ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ എക്കണോമിക് ഇൻഡിപെൻഡൻറ്റ് പരിപൂർണമായിട്ടും നൽകാൻ ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനും പരസ്പരം അവർ ഇപ്പോൾ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു രണ്ടുപേരും വിദ്യാഭ്യാസം നേടി നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ മക്കളെയും അതുപോലെ സമൂഹത്തിന് വേണ്ടിയിട്ട് വളർത്താനൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ പരസ്പരം തുണയായിട്ടും വിനയായിട്ടും പരസ്പര ബഹുമാനത്തോടുകൂടി നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സ്ത്രീക്കും പുരുഷനും സാധിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 2021 ഗാന്ധിജി അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങൾ കാലികമാണ്, പ്രസക്തമാണ് എന്നാണ് അല്ലേ നമ്മുടെ ചർച്ചയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അത് മൊത്തത്തിലുള്ള എല്ലാ രംഗത്തിലും, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും അതേപോലെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന്റെ കാര്യത്തിലായാലും സാംസ്കാരികപരമായിട്ടുള്ളതാണെങ്കിലും മാനസികപരമായിട്ടുള്ളതാണെങ്കിലും ഒക്കെ അല്ലേ നമുക്ക് ഇന്നും പ്രസക്തമാണ് ആ ചിന്തകൾ. അപ്പോൾ എത്രയോ മുൻകൂട്ടി കണ്ടു അദ്ദേഹം എന്നുള്ളതാണ് നമ്മുടെ മഹാത്മാവായിട്ട് തന്നെ ഇന്നും നമ്മുടെ എല്ലാ മനസ്സിൽ കുടികൊള്ളുന്നത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനം നമ്മുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നമുക്ക് തോന്നുന്നത് ഏറ്റവും ചെറുപ്പത്തിലെ അല്ലെ കുഞ്ഞുനാളിലെ മുതലേ പരസ്പരം ബഹുമാനിക്കാനും പരസ്പര പൂരകമാണ്, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് സ്ത്രീയും പുരുഷനും എന്നുള്ള ഒരു കാഴ്ചപ്പാട് വളർത്തി വന്നാൽ നമ്മുടെ അടുത്ത തലമുറയും ഇനി വരുന്ന എൻ്റെ മകളടക്കമുള്ള അടുത്ത് വരുന്ന തലമുറ എങ്കിലും ഈ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും മറ്റ് ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറി നിൽക്കും. അവരുടെയെങ്കിലും ഭാവി ശോഭനമായിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. നമ്മുടെ മനസ്സുകളിലാണ് മാറ്റം ആദ്യം വേണ്ടത് എന്നാണ് നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് തോന്നുന്നത്. നമ്മുടെ മനോഭാവങ്ങൾ മാറട്ടെ, കൂടുതൽ ഉന്നമനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയല്ല ഉയർന്ന് പറക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു.